ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ മൂർത്തി മുത്തശ്ശൻ നയനയ്ക്ക് വേണ്ടിയിട്ട് ഒരു കിടിലൻ സർപ്രൈസ് ഒരുക്കുന്നുണ്ട്. നമ്മൾ പ്രേക്ഷകർ പോലും അത്തരത്തിൽ ചിന്തിച്ചു കാണില്ല. മൂർത്തി മുത്തശ്ശൻ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ടാണ് നയനയ്ക്ക് ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. എന്നാൽ അനാമികയ്ക്ക് ഇത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അനാമിക നേരെ ചെന്നിട്ട് നയനയുടെ കയ്യിൽ നിന്ന് അത് തട്ടിപ്പറിച്ച് താഴെ ഇടുകയാണ്. അപ്പൊ എന്താണ് ആ കിടിലൻ സർപ്രൈസ് എന്നും അന്നത്തെ എപ്പിസോഡ് എന്താണെന്നും അറിയണ്ടേ? അപ്പൊ നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് മൂർത്തി മുത്തശ്ശന്റെ മുറിയാണ് കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ വസുന്ധര മുത്തശ്ശിയുണ്ട്. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, വസുന്ധരെ, എന്തു പറ്റി? ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ ഇദ്ദേഹം. അതേടോ, എനിക്കിന്ന് വലിയ സന്തോഷമുള്ള ദിവസമാണ്. എന്നാലും എന്താണ് ആ സന്തോഷത്തിന് കാര്യം? എന്നോടൊന്ന് പറഞ്ഞൂടെ? അതൊക്കെ ഞാൻ പറയാം. അതിനു മുമ്പേ നമുക്കൊരിടം വരെ പോയി വന്നാലോ? അയ്യോ, എവിടേക്കാ പോകുന്നത്? ഇവിടെ അടുത്തൊരു സ്ഥലം വരെയാ. എന്നാലും എങ്ങോട്ടാന്ന് പറഞ്ഞൂടെ? വസുന്ധരെ, ഇപ്പം ഞാനത് പറയുന്നില്ല. നീ പെട്ടെന്ന് റെഡിയാവ്. അവിടെ പോയിട്ട് നമുക്ക് കാണാം. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും റെഡി ആയിട്ട് ഹാളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അതേസമയം തന്നെ അവിടെ അനിയും അനാമികയും ഇരിക്കുന്നുണ്ട് കേട്ടോ. അതേസമയം തന്നെ അനാമിക ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ അനി, എനിക്ക് ഈ വീട്ടിൽ ഇന്ന് ശ്വാസം മുട്ടുന്നു. വല്ലപ്പോഴും ഒരു ചേഞ്ച് ഒക്കെ വേണ്ട അനി. അപ്പൊ അനി പറയുന്നുണ്ട്, ദേ, എനിക്ക് ഈ വീട് സ്വർഗമാണ്. ഇവിടം വിട്ട് മറ്റൊരിടത്തേക്ക് ആശ്വാസം തേടി പോകേണ്ട ആവശ്യമൊന്നും ഇപ്പൊ എനിക്കില്ല. അനിക്ക് ഇവിടെ സ്വർഗമായിരിക്കും, പക്ഷെ എനിക്കിവിടെ നരകവാ. അതേസമയം തന്നെ മുത്തശ്ശൻ ഇത് കേട്ടോണ്ട് വരുന്നുണ്ട്. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്താ മോൾ അങ്ങനെ പറയാൻ കാരണം? മുത്തശ്ശൻ ഇത് കേട്ടു എന്ന് മനസ്സിലാക്കി അനാമിക ആകെ പാനിക്കായി പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അനാമിക ഇങ്ങനെ തപ്പിത്തഴിഞ്ഞ് പറയുന്നുണ്ട്, അത് മുത്തശ്ശ, കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ അനി എന്നെ ഇങ്ങോട്ടും കൊണ്ടുപോയിട്ടില്ല. പിന്നെ അച്ഛൻ പറഞ്ഞ സ്ഥലത്തേക്ക് അനി വരാൻ തയ്യാറാകുന്നുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ വീട്ടിൽ വഴക്കാ. എല്ലാം കൂടി ഞാൻ ആകെ അസ്വസ്ഥയായി മുത്തശ്ശ. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, അനി, നിനക്കിതിലൊന്നും പറയാനില്ലേ? മോള് പറഞ്ഞതിൽ വല്ല കാര്യമുണ്ടോ? അത് മുത്തശ്ശ, ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം മാത്രം നീ തന്നാ മതി. മോള് പറഞ്ഞതൊക്കെ സത്യമാണോന്ന്. മുത്തശ്ശ, ഞാനിത് മുൻപേ പറഞ്ഞതല്ലേ, ഇവളുടെ സ്വഭാവം ഒട്ടും ശരിയല്ല. പിന്നെ മുത്തശ്ശ, ഇവളുമായിട്ട് കണക്ട് ആവാൻ എനിക്ക് കുറച്ച് സമയം എടുക്കും. അപ്പൊ അനി പറയുന്നുണ്ട്, അതെന്താ അനി അങ്ങനെ പറയാൻ കാരണം? ദേ, അനിയുടെ ഏട്ടനെ പോലെ ആവരുത്. അനിയുടെ ഏട്ടന്റെ സ്വഭാവം കണ്ടില്ലേ? അവരെ ആദർശേട്ടൻ ഇപ്പോഴല്ലേ സ്നേഹിച്ചു തുടങ്ങിയത്. അപ്പൊ അനി പറയുന്നുണ്ട്, അവരിപ്പോഴെങ്കിലും സ്നേഹിച്ചു തുടങ്ങിയില്ലേ? നമ്മളെ കാര്യത്തിൽ അതിന് പോലും സംശയമാണ്. അപ്പൊ മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, അനി, എന്തൊക്കെയാ നീ പറയുന്നത്? അപ്പൊ അനാമിക പറയുന്നുണ്ട്, അതെ, ഈ ആദർശേട്ടന്റെയും നയനയുടെയും ജീവിതം അത്രയങ്ങ് മുന്നോട്ട് പോകുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്നാ മോൾക്കത് തെറ്റി. അവരാണ് ശരിക്കും ചേരേണ്ടവർ ചേർന്നാലേ ദൈവത്തിന് തൃപ്തിയാകൂ. അല്ലാത്തവരുടെ ഇടയിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ്. പിന്നെ ആദർശിന്റെയും നയനയുടെ കാര്യത്തിൽ ഇത്തരം രീതിയിലുള്ള സംസാരങ്ങളൊന്നും അനാമികയുടെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാവരുത്. ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല അനാമിക. പിന്നെ ആരുടെയും ജീവിതം വെച്ചിട്ട് ആർക്കും തട്ടിക്കളിക്കാനുള്ള അവകാശമില്ല. പിന്നെ നിങ്ങളുടെ കല്യാണത്തിലും ചില പൊരുത്തക്കേടുകളൊക്കെയുണ്ട്, അതൊക്കെ ഞാൻ മനസ്സിലാക്കി. എന്നാൽ നിങ്ങൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അനാമിക മോള് തന്നെ കരുതണം. ഇപ്പോൾ നയനമോളുടെ സ്വഭാവത്തിൽ കളങ്കമില്ലാത്തതുകൊണ്ട് ആദർശമോനെ നയനമോളെ മനസ്സിലാക്കി. അതുപോലെ എന്നെങ്കിലും അനാമിക മോളെ അനി തിരിച്ചറിയും. ആ ഒരു ദിവസത്തിന് വേണ്ടിയാ മോള് പ്രയത്നിക്കേണ്ടത്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അതെ, ഒന്നിടവിട്ട ദിവസങ്ങളിൽ അമ്പലത്തിൽ പോകുന്നത് നല്ലതാ. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അനി, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? മുത്തശ്ശി പറഞ്ഞത് കേട്ടില്ലേ? ഒന്നിടവിട്ട ദിവസങ്ങളിൽ അനാമികയുമായിട്ട് അമ്പലത്തിൽ പോവുക. ശരി മുത്തശ്ശ. അല്ല, മുത്തശ്ശൻ എങ്ങോട്ട് പോകാനാ ഇറങ്ങിയത്? സന്തോഷത്തോടെ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പൊ അനി പറയുന്നുണ്ട്, അത് ഞങ്ങളായിട്ട് ഇല്ലാതാക്കിയോ മുത്തശ്ശ? ഏയ്, അങ്ങനെയൊന്നുമില്ല മോനെ. നിങ്ങൾ പരസ്പരം സന്തോഷമായിട്ട് ജീവിക്കണം. മുത്തശ്ശനും മുത്തശ്ശിയും അത് മാത്രം കണ്ടാൽ മതി. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, ദേ, ഡ്രൈവർ വണ്ടി എടുത്തു, നമുക്ക് പോവാനായി. എന്നാ പിന്നെ ഞങ്ങൾ വരുന്നു. ഇതും പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും പോവാണ് കേട്ടോ. അപ്പൊ ആനി അനാമികയോട് പറയുന്നുണ്ട്, ദേ, എന്റെ മുത്തശ്ശൻ പറഞ്ഞത് കേട്ടില്ലേ? മുത്തശ്ശന്റെ പ്രതികരണം ഇങ്ങനെയൊന്നും അല്ല. മുത്തശ്ശൻ അസുഖമായതുകൊണ്ടാ ഇപ്പൊ ആരെയും ശാസിക്കാനൊന്നും നിൽക്കാത്തത്. അല്ലെങ്കിൽ പിന്നെ മുത്തശ്ശന് എല്ലാവർക്കും പേടിയാ. പേടിക്കാൻ നിന്റെ മുത്തശ്ശൻ ആരാ? അല്ലേനും ഈ കാലത്തൊക്കെ ഇങ്ങനെയുള്ള ആളുകളുണ്ടോ? ഒരാളെ പേടിച്ച് ഈ കുടുംബം മുഴുവൻ കഴിയണം എന്നൊക്കെ പറഞ്ഞ, ദേ, എനിക്ക് തന്നോട് സംസാരിക്കാൻ നേരമില്ല. താനൊന്ന് പോയെ. ഇതും പറഞ്ഞ് അനി അവിടുന്ന് ദേഷ്യം പിടിച്ച് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അനാമികയെ മനസ്സിൽ കരുതുന്നുണ്ട്, എങ്ങനെ ഇപ്പൊ ഇവന്റെ മനസ്സൊന്ന് മാറ്റിയെടുക്കുക. എന്തായാലും അമ്മയൊന്ന് വിളിച്ചു നോക്കാം. ഓക്കെ, ഇനി അടുത്തേ കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും കാറിൽ യാത്ര ചെയ്യുന്നതാട്ടോ. അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇദ്ദേഹം ഇത്ര സമയമായിട്ടും എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും പറഞ്ഞില്ലല്ലോ? ഞാൻ പറഞ്ഞല്ലോ വസുന്ധരെ, അതൊക്കെ നമുക്ക് എവിടെ എത്തിയിട്ട് കാണാം. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം, തനിക്കും കൂടി സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം ഇത്. അങ്ങനെ കാർ തിരിക്കുന്നത് ഒരു കാർ ഷോറൂമിലേക്കാട്ടോ. മുത്തശ്ശനും മുത്തശ്ശിയും കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല, ഇദ്ദേഹം ഇനി പുതിയ കാർ എടുക്കാൻ പോവാണോ? അതെ വസുന്ധരെ, പക്ഷേ എനിക്കല്ല. പിന്നെ എനിക്കും നിനക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾക്കാ. താനും ഞാനും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാള്. അതിപ്പോ ആരാ? ഒന്ന് ചിന്തിച്ചു നോക്ക്. നയനമോൾ കാണോ? താൻ പെട്ടെന്ന് തന്നെ ആളെ പറഞ്ഞല്ലോ. അയ്യോ,
ഇത് നയനമോൾക്ക് വലിയ സന്തോഷാവും. നയനമോളെ മാത്രം കണ്ടുകൊണ്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. നയനമോൾക്ക് നമ്മളെ വീട്ടിൽ ഏത് കാറ് വേണമെങ്കിലും എടുക്കാം. പക്ഷേ നയനമോളുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കും ഈ കാർ ഉപയോഗിക്കാലോ. അവരാവുമ്പോൾ എപ്പോഴും ഓട്ടോയിലല്ലേ വന്നിറങ്ങുന്നത്. പാവം ആ ഗോവിന്ദനും കനകയും ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ വീട്ടിലെത്തുമ്പോൾ കുത്തുവാക്കുകളുടെ ഒരു അഭിഷേകമാണ്. വസുന്ധരെ, ഇതുവരെ നമ്മൾ അവർക്കും വേണ്ടി മറ്റൊന്നും ചെയ്തിട്ടില്ല. അത് അവരുടെ അഭിമാനത്തിന് കോട്ടം തട്ടണ്ടെന്ന് കരുതിയിട്ടാ. അവർക്ക് ജീവിക്കാനുള്ളതൊക്കെ ഗോവിന്ദൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും ഇത് നമ്മുടെ ഒരു സന്തോഷമായിട്ടിരിക്കട്ടെ. സത്യം പറഞ്ഞാൽ ഇത് നയനമോൾക്ക് വാങ്ങുന്നതാ. എന്നാൽ അവർക്ക് ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിലിപ്പോൾ ഒരുപാട് കാറുണ്ടല്ലോ. നയനമോളെ ആദർശമോൻ ഇതിനു മുമ്പ് കാർ ഓടിക്കാൻ പഠിപ്പിച്ചത്. ആ, അതേതായാലും നന്നായില്ലേ. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ മോളെയും കൂടി കൂട്ടായിരുന്നു. അപ്പൊ മുത്തശ്ശൻ പറയാണ്, അങ്ങനെ കൂട്ടിയ പിന്നെ ഇതിലെന്ത് സർപ്രൈസാ. ഇത് വാങ്ങി അങ്ങോട്ട് കൊണ്ടുപോകണം. കൊണ്ടുപോയതിനു ശേഷം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇത് നയനമോൾക്ക് കൊടുക്കണം. എന്നാലും നയനമോൾക്ക് മാത്രമായിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നവ്യമോളും അനാമികമോളും അവിടെ ഇല്ലേ? അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അവർക്കും വേണമെങ്കിൽ ഇപ്പൊ കാറ് വാങ്ങിക്കൊടുക്കാൻ പറ്റാത്തതല്ലോ. എന്നാ അത് ഞാൻ ആലോചിക്കാനിട്ടല്ല. പക്ഷേ നയനമോൾക്ക് ഞാനിപ്പി കൊടുക്കുന്നതിൽ അർഹതയുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, നവ്യമോള് ഒരുപാട് മാറി. എന്നാ അനാമികയുടെ കാര്യം അങ്ങനെയല്ല. താൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ, ആ കുട്ടിക്ക് പക്വതക്കുറവ് മാത്രമല്ല, ആ കുട്ടിയുടെ മനസ്സും ശരിയല്ല. അതെ, ഇദ്ദേഹം പറയുന്നത് ശരിയാ. എന്നാലും ഈ ഒരു സർപ്രൈസ് അവിടെ കൊണ്ടു കൊടുക്കുമ്പോൾ എല്ലാവരും എങ്ങനെ പ്രതികരിക്കുമാവും? അതേക്കുറിച്ച് ആലോചിച്ചിട്ട് വസുന്ധരയ്ക്ക് ടെൻഷനുണ്ടോ? ഇദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ എനിക്ക് അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല. അപ്പോഴാണ് അവിടെ നിന്ന് ഒരാൾ വന്നിട്ട് പറയുന്നത്, സർ, കാർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വന്നു നോക്കാം. അങ്ങനെ മുത്തശ്ശിയും കാറിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, വസുന്ധരെ, ദേ ആ കിടക്കുന്നതാണ് കാറ്, തനിക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല കാറ്. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് പറയുന്നുണ്ട്, സർ, എമൗണ്ട് നേരത്തെ തന്നെ അടിച്ചതുകൊണ്ട് വണ്ടി ഇപ്പം തന്നെ കൈമാറാം. അപ്പോൾ മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട്, കാർ എടുക്കാൻ വേണ്ടി വേറൊരാൾ ഇങ്ങോട്ട് വരും. ഞങ്ങൾ വെറുതെ ഈ കാർ ഒന്ന് കാണാൻ വന്നതാ. അപ്പോൾ അവിടുത്തെ മെയിൻ മാനേജർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാനേജർ പറയുന്നുണ്ട്, ഇത് മൂർത്തി സാറിൻ്റെ വൈഫാണോ? അതെ, ഇത് എൻ്റെ ഭാര്യ വസുന്ധര. ഹലോ മാഡം. ഹലോ സർ, ഇപ്പോൾ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു? അപ്പം മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇപ്പോൾ ബിസിനസ്സൊക്കെ ആദർശമോനല്ലേ നോക്കി നടക്കുന്നത്. അതിൻ്റെതായ മെച്ചമുണ്ട്. പിന്നെ മൂർത്തി ജ്വല്ലറിയുടെ മെയിൻ ഡിസൈനറാണ് അവൻ്റെ ഭാര്യ, ഞങ്ങളുടെ നയനമോൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റാ ഈ കാറ്. അപ്പം ഇത് സാറിന് ഓടിക്കാനല്ലേ? അല്ല, നയനമോൾ ഈ അടുത്താ ഡ്രൈവിംഗ് പഠിച്ചത്. ഞാൻ മുൻപേ കരുതിയിരുന്നതാ ഒരു കാറെടുത്ത് കൊടുക്കണമെന്ന്. എന്നാൽ ഇപ്പോഴാണ് അതിൻ്റെ സാഹചര്യം ഒത്തു വന്നത്. ശരി സാർ. സാറിനും മാഡത്തിനും കുടിക്കാൻ? അയ്യോ, ഞങ്ങൾ ഇറങ്ങുവാ, ഇപ്പോൾ ഒന്നും വേണ്ട. എന്നാലും സാർ. ഏയ്, കുഴപ്പമൊന്നുമില്ല. ശരി സാർ, എങ്കിൽ പിന്നെ ഞങ്ങൾ പോവുക. ഈ വണ്ടി എടുക്കാൻ ഒരാളെ ഇങ്ങോട്ട് വിടാം. ഇതും പറഞ്ഞ് മുത്തശ്ശിയും അനന്തപുരിയിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ മൂർത്തി മുത്തശ്ശൻ അനന്തപുരിയിൽ എത്തുന്നുണ്ട്. ഈ കാറ് നയനയ്ക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അനാമികയ്ക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു എപ്പിസോഡ് ഞാൻ അടുത്ത എപ്പിസോഡിൽ ഇടാം. ഇത് ഒരുപാട് ലെങ്ത് ആവുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അടുത്ത എപ്പിസോഡിൽ ഇടാന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് തന്നെ ഞാൻ അടുത്ത എപ്പിസോഡ് ഇടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്തിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്.